ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഉന്നത ലെവലിലെത്താനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയമൊക്കെ കൂടെ നീക്കി വെക്കുക. എന്നിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെ എങ്ങനെ കണ്ടെത്താം നോക്കാം നമുക്ക്. ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ ചെന്നിട്ട് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ A to Z എല്ലാ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെയും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലെവലിലുള്ള എംപ്ലോയേഴ്സ് ആരൊക്കെയാന്ന് നോക്കുക. നിങ്ങളുടെ ജോബ് അവരുടെ കരിയർ സൈറ്റിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഇനി ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പോരാ, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അവർക്കൊരു ഇമെയിൽ അയയ്ക്കുക. അവരൊരു ഇമെയിലിന് റിപ്ലൈ അയച്ച് കാണും. ചിലപ്പോൾ അതിൽ നോ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി അയയ്ക്കുക. അപ്പോഴായിരിക്കും അവർക്ക് തോന്നുന്നത് അവരുടെ ജോലി നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന്. ഇവിടെയുള്ള എംപ്ലോയേഴ്സിനൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നും കേട്ടോ. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ചില ഫ്രീ കോഴ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്രൊഫൈലിൽ നിങ്ങൾ കാണിക്കുക, ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുക. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് എംപ്ലോയേഴ്സിന് മനസ്സിലാവും. ലിങ്ക്ഡിനിലൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫൈലുകളൊക്കെ കാണുമ്പോൾ നിങ്ങളെ നേരിട്ട് എംപ്ലോയേഴ്സ് വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിളിച്ച് ജോലി കിട്ടിയ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്തായി? ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സമയം കളയാണ്ട് എല്ലാവരും ജോലിക്ക് ഇപ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങണം കേട്ടോ. എന്താണ് നമ്മുടെ ഭാഗ്യം വരുന്നതെന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അവസരം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ വരുന്ന ഒരു അവസരത്തിന് വേണ്ടിയല്ല കാത്തിരിക്കേണ്ടത്, ഇപ്പോൾ ഉള്ള അവസരമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ആ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉള്ളത്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുക. ഇതിന് വലിയ എഫർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളുടെയും സാമ്പത്തിക സ്ഥിതി പലതരത്തിലായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പണമുള്ളവരുണ്ടാവും, ഒന്നും ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പണമുള്ള ആളെന്ന് വെച്ചാൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പൂറായിട്ടുള്ള ആൾക്കാണെങ്കിലോ ഒരു സ്വപ്നങ്ങളുമില്ല. അയാൾക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം. സാധാരണ ഏറ്റവും ഇളയ മക്കളാണ് ഇങ്ങനെ മടിയന്മാരായിട്ടിരിക്കാറ്. അപ്പോൾ അവർക്കൊന്നും ഉണ്ടാവാറില്ല സാധാരണ. മൂത്ത മക്കളൊക്കെ അവരുടെ ആഗ്രഹത്തോടു കൂടി ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ താഴെയുള്ള മക്കളിൽ ചില ആൾക്കാർ വളരെ പൂറായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. കാരണം അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആരെയും ആശ്രയിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെ ആശ്രയിക്കാണ്ടിരിക്കുക, അതുപോലെ ഫ്രണ്ട്സിനെ ആശ്രയിക്കാണ്ടിരിക്കുക. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ സ്വയം കണ്ടെത്തുക നമ്മുടെ അവസരങ്ങൾ, എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഇതുപോലൊരു ജോലിക്കൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലെ ആഗ്രഹം കൊണ്ടു നടക്കുക, മനസ്സിലിട്ട് അത് ഷെയ്പ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ കാണുന്ന അവസരങ്ങൾക്കൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ കറക്റ്റാക്കി വെക്കുക. കയ്യിൽ പണമുള്ളവർ മാത്രമല്ല ഇത്തരം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്, എല്ലാവരും പോകുന്നുണ്ട്. ഇപ്പോൾ മറ്റു പല സൗകര്യങ്ങളും നമുക്ക് നാട്ടിലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജോലികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമാണ്. ഒരുപാട് പേർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും പുറമെ നിന്ന് ആളുകൾ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്. പല ഏജൻസികളും ജോലിക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ ഏജൻസികൾ നേരിട്ടല്ല, നമുക്ക് അവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നേരിട്ട് അപ്ലൈ ചെയ്യുക. നേരത്തെ ന്യൂസിലൻഡിലൊക്കെ വർക്ക് വിസ ആയിട്ട് കൊടുത്തിരുന്നു. ആ വർക്ക് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജോലി കണ്ടുപിടിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനമില്ല. അതായത് ഇമിഗ്രൻസ് വന്നിട്ട് ന്യൂസിലൻഡ് മൊത്തം കുളവാക്കി എന്നാണ് അവരിവിടെ പറയുന്നത്. കുറേ പഞ്ചാബികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പഞ്ചാബികളൊക്കെ വന്നിട്ട് ഇവിടെ അകാലി മൂവ്മെൻറ്റില്ലേ, അതിവിടെ പ്രചരിപ്പിക്കാനായിട്ട് അവരിവിടെ നോക്കി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനൊക്കെ കുറച്ച് ലിമിറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് മറ്റുള്ളവരെയൊക്കെ ചീത്തയാക്കുന്നത്. നമ്മൾ ഇന്ത്യൻസ്, പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ അവർ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വിസയൊക്കെ ഇവിടെ കൊടുക്കുകയുള്ളൂ. ഇപ്പം തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വിസ എടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് സ്റ്റഡി വിസ പോലും നിരസിച്ചതായിട്ടാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലെ പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കമ്പനീസിൻ്റെ പേര് പറയാം കേട്ടോ. അപ്പോൾ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സാണ്. ഇവർക്ക് ഇമെയിൽ അയച്ച് ചോദിക്കുക നിങ്ങൾ അതുപോലെ മറ്റ് കമ്പനീസ് കൂടി എങ്ങനെ സെർച്ച് ചെയ്തെടുക്കാമെന്ന് ഞാനിവിടെ കാണിക്കാം.
എല്ലാവരും ഒരു കമ്പനിയിലേക്ക് ഇമെയിൽ അയക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജോബുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് ആ കമ്പനികൾക്ക് ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അയച്ച് ചോദിക്കുക. എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് വിദേശ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളുടെ കമ്പനി വളരെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അവരുടെ വെബ്സൈറ്റൊക്കെ ശരിക്കും വായിച്ചു നോക്കുക. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എടുത്തു പറയുക. അങ്ങനെയാണ് ഇമ്പ്രസീവ് ആയിട്ടുള്ള ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഇമെയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ നിങ്ങളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല കേട്ടോ അവർ നോക്കുന്നത്, നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നോക്കുന്നത്. ഒരു പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ എക്സാമ്പിൾ സഹിതം, ഫോട്ടോ സഹിതം, ആ പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലും തെളിവ് സഹിതം നിങ്ങൾ അവർക്ക് ഇമെയിൽ അയയ്ക്കുക. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ വിളിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ജോലി കിട്ടിയ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സൂത്രപ്പണി ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ കൂടി ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ വരാൻ പോകുന്ന അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ കയ്യിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാം. എനിക്ക് വിജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിച്ചുകൂടാ? എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സീ യു, ബൈ.